വേൾഡ് ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് കൊച്ചി ടിവിയും ശാന്തിഗിരിയും കൂടെ ചേർന്ന് നടത്തുന്ന വേൾഡ് ഡോക്ടേഴ്സ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് കൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് സെമിനാർ എടുക്കാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ശാന്തിഗിരി ഹെൽത്ത് കെയർ ആൻഡ് ഓർഗനൈസേഷനിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ വിവേകാണ്. അപ്പോൾ കൂട്ടുകാരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ആരോഗ്യ ദിനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാറില്ല. കുട്ടികൾ പ്രത്യേകിച്ചും ചൊട്ടയിലെ ശീലം ചുടലം വരെ എന്നാണല്ലോ പറയുന്നത്. കുട്ടികളാണ് ഈ ആരോഗ്യശീലങ്ങളെല്ലാം ആദ്യം മുതൽ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നവർ. അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെ ഒരു നല്ലൊരു തലമുറ വരികയാണ് വേണ്ടത്. ഇപ്പോൾ ജൂൺ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനം നടത്തുകയുണ്ടായി. അങ്ങനെ നമ്മൾ ഭാരതം തന്നെ ആരോഗ്യ നല്ലൊരു നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളും നല്ല നല്ല ശീലങ്ങൾ ആയുർവേദത്തിലും സിദ്ധയിലും ഒക്കെ പറയുന്ന നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് WHO എന്ന് പറഞ്ഞാൽ ആരൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. WHO ആരോഗ്യത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ശാരീരികമായ ആരോഗ്യം, അതായത് നമുക്ക് നല്ല ബലം ഉണ്ടാവണം, കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ ഉള്ള ആരോഗ്യം ഉണ്ടാവണം. മാനസികമായിട്ടുള്ള ആരോഗ്യം, അതായത് ടെൻഷനൊന്നും ഉണ്ടാവരുത്, നല്ല സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റണം. അങ്ങനെ എല്ലാ ആരോഗ്യം കൂടെ ചേരുന്നതാണ് യഥാർത്ഥ ആരോഗ്യമെന്ന്. മനസ്സിലായ? രാവിലെ എണീറ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യം മാത്രം പോരാ. പഠിക്കാനും ബുദ്ധിയും ഓർമ്മയും ഒക്കെ ഉണ്ടായാലേ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആരോഗ്യത്തിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് സിദ്ധയിൽ പറയുന്നത്. ഈ അഗസ്ത്യമുനി എങ്ങനെ ഇവിടെ സിദ്ധ കൊണ്ടുവന്നതെന്ന് അറിയാവോ? ഒരു കഥയുണ്ട്. ശിവന്റെയും പാർവതിയുടെയും വിവാഹം നടക്കുന്ന ഒരു സമയമുണ്ട്, പണ്ട്. അപ്പം ആ കാലത്ത് എല്ലാ ആൾക്കാരും എല്ലാ ജീവജാലങ്ങളും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് ശിവൻ താമസിക്കുന്ന? കൈലാസത്തിൽ. അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഭൂമിയുടെ ഒരു ഭാഗത്ത് വെയിറ്റ് കൂടിയിട്ട് എല്ലാ സന്തുലിതാവസ്ഥയും തെറ്റും. അപ്പം അതിനൊരു മാർഗം കണ്ടുപിടിക്കണം. അപ്പം അതിന് പരിഹരിക്കാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ. സപ്തർഷികളിൽ കേമനായിട്ടുള്ള അഗസ്ത്യമുനി. അപ്പോൾ ശിവൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അഗസ്ത്യമുനി ഈ തെക്ക് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരെല്ലാവരും അങ്ങോട്ട് പോയാലും ഇവിടുത്തെ സന്തുലിതാവസ്ഥയൊന്നും തെറ്റൂല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്ത് തെക്ക് ഭാഗത്തേക്ക്, അതായത് നമ്മുടെ കേരളവും തമിഴ്നാടൊക്കെ അടങ്ങുന്ന ഈ ഭാഗത്തേക്ക് വന്നു. എന്നിട്ടോ അപ്പം അന്ന് വന്നാൽ വെറുതെ ഇരിക്കുമോ? വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി ചെല്ലൂലേ? കുറേ നാൾ ഇവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ അറിയാവുന്ന ആൾക്കാർ ഓടി ചെന്നിട്ട് പറയും, എനിക്ക് ആ അസുഖമുണ്ട്, ഈ അസുഖമുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഈ ആൾക്കാരുടെ അസുഖങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളിലുള്ള ഈ മരുന്ന്, സിദ്ധമരുന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്തു പറ്റി? ഈ സിദ്ധ ആദ്യം ഉണ്ടായതും നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ കേരളവും തമിഴ്നാടും ഒക്കെ അടങ്ങുന്ന ദക്ഷിണേന്ത്യ എന്ന് പറയും, അവിടെയാണ് ഈ സിദ്ധ എന്ന് പറയുന്ന ശാസ്ത്രം ഉണ്ടായതും വികസിച്ചതും. മരുന്നുകളെ ഔഷധങ്ങളെ കുറിച്ച് സിദ്ധയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഒരു കഥ തന്നെ ഉണ്ട്. ഒരു സിദ്ധൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ പഠിക്കാൻ ചെന്നു. അദ്ദേഹം 10-12 വർഷത്തോളം പഠിക്കണം. ഇത് കൂടെ നിന്ന് പഠിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുരു, ഞാൻ ഇനി സ്വന്തമായിട്ട് ചികിത്സ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗുരു പറഞ്ഞ എന്താണെന്നറിയോ? നീ പോയിട്ട് ഒരു ഗുണം പോലും ഇല്ലാത്ത ഒരു ചെടി, ലോകം മുഴുവൻ സഞ്ചരിച്ച് ഒരു ഔഷധ ഗുണവും ഇല്ലാത്ത ഒരു ചെടി കണ്ടുപിടിച്ച് കൊണ്ടുവരൂ. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ പൂർണ്ണനായിട്ടുള്ളൊരു വൈദ്യനാണ് എന്ന് പറഞ്ഞ് പുറത്തു വിടാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം വർഷങ്ങളോളം സഞ്ചരിച്ച് ലോകത്ത് മുഴുവൻ ചെന്ന് കാണുകയും ഓരോ ചെടിയും പരിശോധിക്കുമ്പോൾ എല്ലാത്തിനും ഔഷധ ഗുണങ്ങളുണ്ട്. അതായത് ലോകത്തുള്ള എല്ലാ ചെടികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഒരു ഔഷധ ഗുണമുണ്ട്. ആ ഔഷധ ഗുണത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ് സിദ്ധയിൽ ഔഷധങ്ങൾ ചെയ്യുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ചുറ്റിനും കുറെ ഔഷധ സസ്യങ്ങളുണ്ട്. പക്ഷെ പലർക്കും അതിന്റെ യൂസസോ അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നോ ഒന്നും അറിയില്ല. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ഷാബൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ പ്ലാന്റ്സ് അവയർനെസ് ക്ലാസ് എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ച് മിസ് ചെയ്യാതെ കാണണം. സോ നമുക്ക് പ്രോഗ്രാം കണ്ടിട്ട് തിരിച്ചു വരാം. ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി കൊച്ചി ടിവിയും ശാന്തിഗിരിയും കൂടെ ചേർന്ന് നടത്തുന്ന
വേൾഡ് ഡോക്ടേഴ്സ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാംസിൽ ഇന്ന് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ പ്ലാൻസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്ലാസ് എടുക്കാനായിട്ട് നമ്മോടൊപ്പം ഡോക്ടർ ഷാബിൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ശാന്തിഗിരി ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് ഓർഗനൈസേഷനിലെ മെഡിക്കൽ ഓഫീസറാണ്. ഡോക്ടറെ നമുക്ക് കൊച്ചു കൂട്ടുകാരോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തായ പച്ചില മരുന്നുകൾ അഥവാ ഔഷധ സസ്യങ്ങളുടെ പരിപാലനത്തെക്കുറിച്ചാണ്. ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ചികിത്സാശാസ്ത്രമായ ആയുർവേദം, സിദ്ധവൈദ്യം, യുനാനി എല്ലാത്തിലും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ മെഡിസിനൽ പ്ലാന്റ്സ് തന്നെയാണ്. അതിൻ്റെ ഓരോ മരുന്ന് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലും മെഡിസിനൽ പ്ലാന്റ്സ് ശുദ്ധിക്കും അതിൻ്റെ പ്രധാന ചേരുവയ്ക്കും ഉപയോഗിച്ചു പോരുന്നുണ്ട്. കേരളം എന്ന് പറയുന്നത് പച്ചമരുന്നുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു സ്ഥലമാണ്. നമ്മുടെ പശ്ചിമഘട്ടമുണ്ട്, നമ്മുടെ ആവാസ വ്യവസ്ഥകളുണ്ട്, റെയിൻ ഫോറസ്റ്റുകൾ ഒരുപാടുള്ള കേരളമാണ്. പക്ഷെ നമുക്ക് അതിന് വേണ്ടത്ര പരിപാലനം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ വസ്തുത. ഡോക്ടർ, ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഔഷധ സസ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഒത്തിരി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് പൊതുവെ നല്ല കുറച്ച് ഔഷധ സസ്യങ്ങൾ, ഒത്തിരി ഗുണങ്ങളുള്ള കുറച്ച് ഔഷധ സസ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് നമ്മൾ ഔഷധ സസ്യത്തിൻ്റെ 3 കാറ്റഗറിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് മാനവമൂലികകൾ എന്ന് പറയും. അതായത് നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പച്ചില മരുന്നുകൾ, അങ്ങാടി കടയിൽ നമുക്ക് ലഭിക്കുന്ന പച്ചില മരുന്നുകൾ. രണ്ടാമത്തത് ദേവമൂലികകൾ എന്ന് പറയും, അതായത് നമ്മൾ കാട്ടിൽ മാത്രം കണ്ടുവരുന്ന സാധനങ്ങൾ. മൂന്നാമത്തത് സിദ്ധമൂലികകൾ എന്ന് പറയും, അത് കാട്ടിൽ ചെന്നാലും നമ്മളൊരു ആത്മീയമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം കണ്ടെത്താൻ പറ്റുന്ന ചില സാധനങ്ങളാണ്. ഇപ്പം നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. അപ്പോൾ ഹനുമാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം അവർ അത് 3 തരത്തിലുമുണ്ട്. ആത്മീയപരമായിട്ടുള്ളതുണ്ട്. ആത്മീയപരമായിട്ട് പറയുമ്പോൾ നമ്മുടെ സോമലത, അഴുകണ്ണി എന്നൊക്കെ പറയുന്ന ഒരുപാടുണ്ട്. അത് നമ്മൾ കുളിക്കാതെ ശുദ്ധിയില്ലാതെ അതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അങ്ങനെയുള്ള പച്ചില മരുന്നുകൾ കൂടിയുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിവൈൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്ത് കണ്ടുവരുന്ന ഏതാനും ചില പച്ചില മരുന്നുകൾ, അതായത് നമുക്ക് നമ്മുടെ തൊടിയിൽ ഉപയോഗിക്കാവുന്ന ചെറിയ ചെറിയ പച്ചില മരുന്നുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. സുലഭമായിട്ടുള്ള കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. അപ്പോൾ അതിന്റെ പേരിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പൊന്നാങ്കണ്ണി, പൊന്നാൻ കാണി എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. ഇതിൽ സ്വർണത്തിന്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് പൊന്നെന്ന്. അതേപോലെ കണ്ണ് രോഗങ്ങൾക്കെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നാണ്. അപ്പം പൊന്നാങ്കണ്ണി എന്ന് പറയുമ്പോൾ ഐ ഡിസീസസ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചീരയുടെ വർഗ്ഗത്തിൽപ്പെട്ട സാധനമാണ്. അപ്പം നമ്മൾ ഇത് തോരൻ വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ പൊന്നാങ്കണ്ണി തൈലം എന്ന് പറഞ്ഞ തൈലമുണ്ട്, അങ്ങനെ പ്രിപ്പയർ ചെയ്യും. അത് കണ്ണിൽ ഈ പറയുന്ന പോലെ ഷാളണം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, മറ്റേ ഐ ഡ്രോപ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കും. നന്നായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ മാലേക്കണ്ണെന്ന് പറയും, രാത്രി ആവുന്ന സമയത്ത് ആളുകൾക്ക് കണ്ണ് കാഴ്ചയിൽ വ്യത്യാസം വരുന്ന അതിനൊക്കെ വളരെ നല്ല മെഡിസിനാണ്. രണ്ടാമത്തത് നമ്മളെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ്, പക്ഷെ ആരും ശ്രദ്ധിക്കാത്തൊരു മരുന്നാണ് കുണുക്കിട്ടാട്ടി എന്ന് പറയും. അപ്പോൾ അതിന്റെ കുണുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഒരു സാധാരണ മുക്കുറ്റി പോലെ അല്ലെങ്കിൽ ഒരു കുണുക്ക് പോലെ ഇരിക്കും. പക്ഷെ ഇത് കഫമായിട്ടുള്ള എന്ത് കണ്ടീഷൻസിനും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് സൈനസൈറ്റിസ്, മൈഗ്രെയിൻ പോലുള്ള കണ്ടീഷൻസിന് നമ്മൾ സമൂലം എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് 1, 2, 3 നീര് അല്ലെങ്കിൽ തുള്ളി നീര് നസ്യം ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ നസ്യക്രമമുണ്ട്. പുലർച്ചെ സൂര്യന് ഉദിക്കുന്നതിന് മുമ്പായി തന്നെ നസ്യം ചെയ്യണം. അതിന് ചെറിയൊരു ഹെഡ് മസാജ് കൂടെ ചെയ്തതിന് ശേഷം ആ ഒരു നല്ല ഇരിച്ചിലുണ്ടാവും, പക്ഷെ അത് രൂക്ഷമാണ്. പക്ഷെ ആ ഒരു കഫം എല്ലാം പുറത്തോട്ട് അലിഞ്ഞു വന്ന് ആ ഒരു കംപ്ലൈന്റ് മൊത്തമായിട്ട് മാറാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നാട്ടുമരുന്നാണ്. പാരമ്പര്യ വൈദ്യന്മാർ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇത് ആണ് വാദം കൊല്ലി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും എല്ലാം കിഴികളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അതായത് വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇലക്കിഴി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അപ്പം വാദഹരമായിട്ടുള്ള ഇലകളെല്ലാം അത് പ്രത്യേക വേപ്പെണ്ണയിൽ അത് ഇത് ചെയ്തിട്ട് കിഴി കെട്ടി അത് ശരീരം മുഴുവൻ അഭ്യംഗം ചെയ്ത് ഈ കിഴി വെക്കുമ്പോൾ വാദപ്രശ്നങ്ങളെല്ലാം തന്നെ മാറും. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലുമായിട്ടൊരു സാമ്യമുണ്ടോ? എന്തെങ്കിലും ജന്തു എന്തെങ്കിലുമായിട്ട് സാമ്യമുണ്ടോ? ചെറിയല്ല, നല്ല സാമ്യമുണ്ട്. അതാണ് പഴുതാരയുടെ കാല് പോലെയും പഴുതാരയുടെ ബോഡി പോലെ ഇരിക്കും. പേരും പഴുതാരവല്ലി എന്നാണ്. അതിന്റെ ഗുണവും അത് തന്നെയാണ്. പഴുതാര കടിച്ചു കഴിഞ്ഞാൽ സമൂലമായിട്ട് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പഴുതാരവല്ലി.
ഉണ്ടോ? അപ്പൊ പ്രകൃതി തന്നെ അതിന് പേര് കൊടുത്തു അല്ലേ, നമ്മൾ തന്നെ കണ്ടെത്തി പേര് കൊടുക്കുന്നതാണ്. അതിന്റെ ആ ഒരു പാറ്റേണിൽ തന്നെ എന്തിനാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പ്രകൃതി അതിനോട് ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സമൂലമായിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും പിന്നെ കടിപ്പാടിൽ അരച്ചിടുന്നതും ആണ് ഇതിന്റെ ഔഷധ വീര്യം കൂടുതൽ കൊടുക്കുന്നത്. പഴുതാരയുടെ കടിച്ച പാടിലെല്ലാം നമ്മളത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഇരുവേലി എന്ന് പറയുന്ന ചെടിയാണ്. ഇപ്പം നമ്മൾ കൂടുതലും തെറ്റിദ്ധരിക്കപ്പെടും, കാരണം പനിക്കൂർക്കയുടെ ഇല ഇതേപോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇരുവേലിയാണ് ഇത്. ഇരുവേലി എന്ന് പറയുന്നത് സാധാരണ സിദ്ധത്തിലൊരു നിലവേമ്പ് കഷായം എന്ന് പറയുന്നുണ്ട്. അതായത് പ്രിവെന്റീവ് മെഡിസിൻസ്, അതായത് പനി വരാതിരിക്കാൻ, അല്ലെ ഡെങ്കിപ്പനി, വൈറൽ ഫീവർ എന്തായാലും സിദ്ധ വൈദ്യത്തിൽ നിലവേമ്പ് എന്ന് പറയുന്ന ഒരു കഷായത്തിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ഈ ഇരുവേലി തന്നെയാണ്. കരളകം എന്നാണ് ഇത് കൊളോക്കിയലായിട്ട് അറിയപ്പെടുന്നത്. ഒരു പാടുണ്ട്, ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്കിഷ് ഒരു ഡിസ്കളറേഷൻ ഉണ്ട്. അത് ഈ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഒറ്റമൂലിയാണ്. മാത്രമല്ല കരൾ ഇത് കോമ്പൗണ്ടുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് കരൾ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം, ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ അതിനൊക്കെ ഈ ഒരു പ്ലാന്റ് എന്ത് രോഗം വന്നു കഴിഞ്ഞാലും ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നാട്ടുമരുന്നുകളാണ്. കൂടുതലും നമ്മുടെ കേരളത്തിൽ കാണുന്നത് ചിലപ്പോൾ വേറെ ഇന്ത്യയിൽ വേറെ എവിടെയും കണ്ടെന്ന് വരില്ല, കാരണം ഏറ്റവും കൂടുതൽ സമ്പുഷ്ടതയുള്ള കേരളത്തിലാണ്, സ്പീഷീസും കൂടുതലുള്ളതും കേരളത്തിലാണ്. ഇതെന്ന് പറയുന്നത് വിഷമൂലി. ഇതിന്റെ ഒരു ടേസ്റ്റ് വളരെ തിക്തമാണ്, അത് കയ്പാണ്. പക്ഷെ എന്ത് തരം വിഷത്തിനും ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, സമൂലമായിട്ട് ഉപയോഗിക്കാം. അതായത് എല്ലാ തണ്ട് അതിന്റെ വേരുകളെല്ലാം അരച്ച് അത് ഒന്നെങ്കിൽ പാലിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരിലോ ചാലിച്ചിട്ട് കഴിക്കാറുണ്ട്. ഇതിന്റെ പേരാണ് രാമനാമപ്പച്ച. അതെ, രാമനാമ, അത് തുഴുകണ്ണി എന്നും പറയും. കാരണം ഇതിന്റെ ഈ ചെറിയ രണ്ട് ഇല, ഒരു വലിയ ഇലയും രണ്ട് ചെറിയ ഇലയും കണ്ടു, ഈ രണ്ട് ചെറിയ ഇലകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിക്കുകയും വിടരുകയും ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു അരമണിക്കൂറോളം വീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അത് രാമനെ തൊഴുന്നു എന്നാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൂജാമുറികളിൽ വെക്കാറുള്ളൊരു പ്ലാന്റ് ആണ്. ഇപ്പോൾ ഡിവൈൻ ആണ് അത്. ഇപ്പോൾ ചില സൂക്ഷിപ്പില്ലാത്തവരൊക്കെ തൊട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ മനഃശുദ്ധി ഉള്ളവരൊക്കെ ഉണ്ടാവും. ചിലർ ക്രൂരമായ മനസ്സുള്ളവരൊക്കെ അത് തൊട്ട് അതിന്റെ അടുത്ത് പോയാലേ ഉണങ്ങി പോകുമെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔഷധ ഗുണം ഈ തുളസി ഉപയോഗിക്കുന്ന പോലെ മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. അതാണ് കാരണം ഡിവൈനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പ്രിവെന്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ഇല വെച്ച് കഴിക്കുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കുപ്പമേനി, മേനി എന്ന് പറഞ്ഞാൽ തമിഴിന്റെ വേർഡാണ്, അഴകെന്നാണ് അർത്ഥം. അപ്പൊ കുപ്പയ്ക്ക് അഴക് കൊടുക്കുന്നു, അതായത് കുപ്പ എന്ന് പറയുന്നത് വേസ്റ്റ് ബിന്നിന് അഴക് കൊടുക്കുന്ന ഇതാണ്. പക്ഷെ ഇതിന്റെ ഉപയോഗം അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇൻസൈറ്റിക്സൈഡ് ആക്ഷൻ, അതായത് ജെർമിസൈഡൽ ആക്ഷൻ കൂടുതലുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ചെറിയ ചെറിയ രോഗാണുക്കളെല്ലാം നശിപ്പിക്കാനുള്ള ഇതിന്റെ പവർ വളരെ. അപ്പൊ പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയാണ്. കാരണം കുപ്പകളിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടാമിനേഷൻ, ഇൻഫെക്ഷൻസ് പടരാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഈ ഒരു പ്ലാന്റ് വളരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അത് സിദ്ധവൈദ്യത്തിൽ ഇത് കുപ്പമേനി തൈലം എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്. അത് ശരീരത്തിൽ വര എല്ലാം പുറത്തോട്ട് പോകാനായിട്ട് ഈ തൈലം കഴിക്കാറുണ്ട്. പിന്നെ മേനി ചൂർണം എന്ന് പറഞ്ഞ ചൂർണ്ണമുണ്ട്. അത് ആറാത്ത വ്രണങ്ങൾക്ക് പുറമെ ഡസ്റ്റിംഗ് പൗഡർ പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആറിയെടുക്കും. അതായത് പെട്ടെന്ന് അത് ബെഡ് സോർ എന്ന് പറയും. കുറേ കാലമായിട്ട് ബെഡ് റിഡൻ ആയിട്ട് ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ സോർസ് ഒക്കെ വരും, അതായത് ഇങ്ങനെ വ്രണം പോലെ വരും, മാറാതിരിക്കും. അതിനൊക്കെ ബെഡ് സോറിനെല്ലാം ഡസ്റ്റിംഗ് പൗഡർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇന്ന് ആധുനിക കാലത്ത് ഉപയോഗിച്ചു പോരുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് പേര് വളരെ ഫെമിലിയർ ആയിരിക്കും, ആടലോടകം. ആടലോടകം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജലദോഷം വരുമ്പോ അതെ, നമ്മുടെ ശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും എന്ന് പറയുന്നത് നമ്മൾ ആസ്മ പേഷ്യൻസിനൊക്കെ എന്ന് പറയുന്നത് ഈ വിൻഡ് പൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈസോഫാഗസ് അതിന്റെ ബാക്കിലിരിക്കുന്ന വിൻഡ് പൈപ്പിന്റെ ഒരു ഡയമീറ്റർ ചുരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് ആന്റിസ്പാസ്മോട്ടിക് ആക്ഷൻ ഉള്ളത്. അതായത് വിൻഡ് പൈപ്പിന്റെ ഡയമീറ്ററെ വലുതാക്കി അതിന് ശ്വാസം കൂടുതൽ അല്ലെങ്കിൽ വായു കൂടുതൽ ഇറങ്ങി ശ്വാസകോശത്തോട്ട് ഇറങ്ങി ചെല്ലാനുള്ള ആ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആടലോടകം എന്ന് പറയും. ആടലോടകത്തിന് വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. കഫഹരമാണ്. അതുപോലെ തന്നെ ഇത് രണ്ട് തരത്തിലുണ്ട്, ചിറ്റാടലോടകമുണ്ട്, വലിയ ആടലോടകമുണ്ട്. ഇത് വലിയ ആടലോടകം. ചിറ്റാടലോടകത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉള്ളതായിട്ട് പറയുന്നത്. പിന്നെ ചിലവര് അത് പൊടിയായിട്ട് ആടലോടക കഷായം എന്ന് പറഞ്ഞിട്ട് സിദ്ധവൈദ്യത്തിൽ ഒരു പ്രത്യേക മരുന്നുകളുണ്ട്. അത് ഈ ആസ്മ അതേപോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ആസ്മയ്ക്ക് വളരെ നല്ലതാണ്. വളരെ രസകരമായ ഒരു ഉപയോഗം കൂടെ ഉണ്ട്. ഇത് ഉണക്കി പൊടിച്ച് ചുരുട്ടി സിഗരറ്റ് പോലെ വലിച്ച് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റുന്ന ചില വൈദ്യന്മാർ ചെയ്യാറുണ്ട്. സിഗരറ്റ് വലിക്കുന്ന എഫക്റ്റ് കിട്ടുന്നതല്ല, പക്ഷെ ആ പുകയുടെ ആ ലങ്സിലോട്ട് ഇതിന്റെ ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പുക കയറി ചെല്ലുന്ന സമയത്ത് ആ ഒരു ലങ്സിൽ ആ മാറ്റങ്ങൾ വന്ന് ആസ്മ പോലുള്ള രോഗത്തിനൊരു ശമനം.
അങ്ങനെ അതിൻ്റെ ഗുണം, അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെല്ലാവരും ഈ സിദ്ധവൈദ്യം അഥവാ സിദ്ധശാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു സിദ്ധവൈദ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയുർവേദത്തിന് മുന്നേ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉത്ഭവിച്ച ഒരു ശാസ്ത്രശാഖയാണ് സിദ്ധവൈദ്യം. ഈ സിദ്ധവൈദ്യത്തിൽ തന്നെ ഒത്തിരിയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഒത്തിരിയധികം മാരക രോഗങ്ങൾക്കുള്ള ചികിത്സകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളുമുണ്ട്. അപ്പോൾ ഈ ശാസ്ത്രശാഖയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ഷാബൽ നമ്മോടൊപ്പമുണ്ട്. നമുക്കപ്പോൾ ആ ഇൻ്റർവ്യൂ സെഷൻ കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാം. ഹലോ ഫ്രണ്ട്സ്, വേൾഡ് ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് കൊച്ചി ടിവിയും ശാന്തിഗിരിയും കൂടെ ചേർന്ന് നടത്തുന്ന വേൾഡ് ഡോക്ടേഴ്സ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാംസിൽ ഇന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സിദ്ധവൈദ്യം അഥവാ സിദ്ധശാസ്ത്രം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുവാനായി ശാന്തിഗിരി ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് ഓർഗനൈസേഷനിലെയും ശാന്തിഗിരി മെഡിക്കൽ കോളേജിലെയും മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ഷാബൽ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഡോക്ടറോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എന്താണ് സിദ്ധവൈദ്യം, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഹലോ ഡോക്ടർ. ഡോക്ടർ, ഞങ്ങൾക്ക് കുറച്ച് ഈ സിദ്ധവൈദ്യം എന്നുള്ള എന്താണ്, അധികം പോപ്പുലർ അല്ല ഈ ഒരു ബ്രാഞ്ച്, അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞു തരാമോ? സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച ഏക വൈദ്യശാസ്ത്രമാണ്. ഇപ്പം ഭാരതീയ ചികിത്സാശാസ്ത്രം 3 എണ്ണമാണുള്ളത്: ആയുർവേദ, സിദ്ധ, യുനാനി മെഡിസിൻ. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് പുറമെ ആര്യന്മാർ കൊണ്ടുവന്നതാണ്. പക്ഷേ ദ്രാവിഡിയന്മാർ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ആളുകളാണ് ദ്രാവിഡന്മാർ. നമ്മുടെ അതായത് ദ്രാവിഡന്മാർ ഉണ്ടാക്കിയ വൈദ്യശാസ്ത്രമാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. അഗസ്ത്യ മഹർഷിയാണ് സിദ്ധവൈദ്യത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവായിട്ട് കരുതപ്പെടുന്നത്. എങ്കിലും 18 സിദ്ധന്മാരാണ് ഈ ഒരു വൈദ്യശാസ്ത്രത്തെ ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സിദ്ധവൈദ്യം ഇന്ന് ലോകത്ത് പ്രചരിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലാംഗ്വേജാണ്. കാര്യം തമിഴാണ്. ഇതിപ്പം സാൻസ്ക്രിറ്റ് ആണ് ആയുർവേദം എന്ന് പറയുന്ന പോലെ തമിഴാണ് സിദ്ധവൈദ്യത്തിൻ്റെ ലാംഗ്വേജ്. സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഉണ്ടായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും, പനി മുതൽ മാരകമായ ക്യാൻസറിന് വരെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള മെഡിസിൻസ് ഉൾക്കൊള്ളുന്ന ഒരു പ്രധാന വൈദ്യശാസ്ത്രമാണ് സിദ്ധവൈദ്യം. അതിന് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിരിക്കുന്ന ഒട്ടനവധി മെഡിസിൻസ് സിദ്ധവൈദ്യത്തിലുണ്ട്. എങ്കിലും ഒരു സിദ്ധവൈദ്യത്തിന് ഒരു വ്യത്യസ്തമായൊരു വ്യക്തിത്വമുണ്ട് എന്ന് പറയുന്നത് മാരക രോഗങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസ കൊണ്ട്, അതായത് ഒരു പേഷ്യൻറ്റിന് ഒട്ടും സാമ്പത്തിക ചെലവില്ലാതെ തന്നെ ഒരു മാരക രോഗം വരെ മാറ്റിയെടുക്കാവുന്ന അത്രയും വലിയൊരു തരത്തിലുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് സിദ്ധവൈദ്യത്തിലുള്ളത്. അപ്പോൾ ഈ ആയുർവേദവും സിദ്ധവൈദ്യവും എങ്ങനെ രണ്ടും ഏകദേശം സിമിലാരിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ അല്ലെങ്കിൽ? അതിന് ആയുർവേദത്തിനും സിദ്ധവൈദ്യത്തിനും വ്യത്യസ്തേക്കാൾ സിമിലാരിറ്റീസ് ആണ് കൂടുതലുള്ളത്. ഒരു അമ്മയുടെ 2 മക്കൾ എന്നുള്ള രീതിയിലാണ്. പക്ഷേ സിദ്ധവൈദ്യം ആയുർവേദത്തിനേക്കാളും പഴക്കമുള്ളതാണ്. ആയുർവേദം വേദകാലത്ത് ഉപജ്ഞാതാവ്, അതായത് ആ സമയത്ത് ഒരു 4000-5000 വർഷം BC സമയത്താണ് ആയുർവേദം ഉത്ഭവിച്ചിട്ടുള്ളതെങ്കിൽ സിദ്ധവൈദ്യം 7000 മുതൽ 10000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്ന ധന്വന്തരി മഹർഷി 18 സിദ്ധന്മാരിൽ ഒരാളാണെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പം ആയുർവേദത്തിൽ ഉള്ള കോൺസെപ്റ്റുകളും മരുന്നുകളുടെയും അതേ ഫോമിൽ തന്നെ കുറച്ചുകൂടെ പൊട്ടൻഷ്യേറ്റ് ചെയ്ത മെഡിസിൻസാണ്, അതായത് ഫലപ്രാപ്തി കൂടിയ മെഡിസിൻസാണ് സിദ്ധവൈദ്യത്തിലുള്ളത്. ഇപ്പോൾ ചില സിദ്ധമരുന്നുകളെന്ന് പറയുന്നത് അത് പ്രൊസീജിയർ കഴിയുമ്പോൾ 4 മുതൽ 5 വർഷം വരെ എടുക്കും ഈ മരുന്നൊന്ന് പൂർത്തീകരിച്ചെടുക്കാനുള്ളത്. ചില മരുന്നുകളെന്ന് പറയുന്നത് വർഷങ്ങളോളം, അത് 3 തലമുറകളോളം അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട്, അതായത് ഒരു അപ്പൂപ്പൻ തുടങ്ങി വെച്ചൊരു മരുന്ന് പ്രോസസ്സ് ചെയ്ത് ഒരു അച്ഛൻ കഴിഞ്ഞിട്ട് കൊച്ചുമോനായിരിക്കും അതൊരു വൈദ്യ സമ്പ്രദായത്തിൽ വരുന്ന സമയത്ത് ഇത് പൂർത്തീകരിച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ ഓരോ പ്രാവശ്യം സ്ഫുടം ചെയ്ത് ആവർത്തിച്ചെടുക്കുമ്പോൾ ആ മരുന്നിൻ്റെ പൊട്ടൻഷ്യൽ അത് എത്രത്തോളം കൂടും. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെഡിസിൻസ് എന്ന് പറയുന്നത്. ശരിക്കും സിദ്ധവൈദ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം അതാണ്, നാനോ മെഡിസിൻസ് ആണ്. കാരണം ഒരു ചെറിയ അളവിൽ പോലും അതിൻ്റെ നാനോ പാർട്ടിക്കിൾ പോലും മെഡിസിൻ്റെ ആ ഒരു പ്രോഗ്രാമിനെ കയറ്റിവിട്ട് ഒരു കണിക പോലും മെഡിസിൻ ആവുന്ന രീതിയിൽ പൊട്ടൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പറയുന്ന കാൽസിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. നമ്മളെല്ലാവരും പഴനിമലയിലെ വിഗ്രഹം, അതായത് പഴനിമല നമുക്കറിയാം. അപ്പോൾ ആളുകൾ കൂടുതലും പോകാറുണ്ട്. അവർ അവിടെ ചെന്നിട്ട് ആ പഴനി വിഗ്രഹത്തിന് മുകളിലൂടെ അഭിഷേകം ചെയ്യുന്ന പായസം, നെയ്യ് എല്ലാം എടുത്ത് കഴിക്കും, മാരകമായ രോഗങ്ങൾ മാറുന്നു എന്ന് പറയും. പക്ഷേ എന്താണ് ശരിക്കും ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് ഒരു സിദ്ധമരുന്നാണ്. ഭോഗർ എന്ന 18 സിദ്ധന്മാരിൽ ഒരാളായ ഭോഗമുനി
അദ്ദേഹം ഈ 9 തരത്തിലുള്ള പാഷാണങ്ങൾ ഒന്നിച്ച് യോജിപ്പിച്ച് ആൽക്കമി എന്ന് പറയുന്ന പ്രൊസീജിയറുണ്ട്. അതായത് ഡിവൈൻ, ഒരു കെമിസ്ട്രിയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ളൊരു കാറ്റഗറിയാണ് ആൽക്കമി. അപ്പോൾ ആ ആൽക്കമി ഒരു 2 പാഷാണങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റില്ല, കാരണം രണ്ടും 2 മെൽറ്റിംഗ് പോയിന്റ് ആണ്. പക്ഷേ 9 തരത്തിലുള്ള പാഷാണങ്ങൾ ഒന്നിച്ച് യോജിപ്പിച്ച് അതൊരു മെഡിസിനായി, അതുകൊണ്ട് ഒരു മുരുകൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു എല്ലാവരും ഇപ്പോൾ തന്നെ പണ്ടത്തെ പോലെ ഇങ്ങനെ ഒരു വ്യായാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി ഉണ്ട്. എന്താ ഇപ്പം കൊളസ്ട്രോൾ ആണെങ്കിലും ഡയബറ്റിസ് ആണെങ്കിലും അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ചികിത്സ എങ്ങനെ സിദ്ധവൈദ്യത്തിൽ എല്ലാ തരത്തിലുള്ള മെഡിസിൻസും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് 32 തരത്തിലുള്ള ഉള്ളിൽ കഴിക്കാവുന്ന മെഡിസിൻസും 32 തരത്തിലുള്ള പുറമെ ഉപയോഗിക്കാവുന്ന മെഡിസിൻസുമായിട്ട് മൊത്തം 64 തരത്തിലുള്ള മെഡിസിൻസ് ആണ് സിദ്ധവൈദ്യത്തിലുള്ളത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാത്രമല്ല, ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് നമ്മൾ ഇത് പറയാറുണ്ട്, പൂർവ്വജന്മ കൃതം പാപം, അതായത് മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപശക്തി കൊണ്ട് വരുന്ന കുറേ കാറ്റഗറി ഉണ്ട്. അതിലാണ് ക്യാൻസർ, സോറിയോസിസ് പോലുള്ള മാരക രോഗങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷന് പലപ്പോഴും അലോപ്പതിയൊക്കെ തോൽക്കുന്ന ഒരു സമയമുണ്ട്. കാരണം അവിടെ എന്ന് പറയുന്നത് ആ ഒരു കർമ്മദോഷത്തെ മാറ്റിയെടുത്തുകൊണ്ട് മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഫലപ്രാപ്തി വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ ആയുർവേദം അല്ലെങ്കിൽ സിദ്ധവൈദ്യം അതിൻ്റെ ഒരു ഡിവൈനിറ്റി അല്ലെങ്കിൽ ഡിവൈൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ ഉപയോഗം എത്രത്തോളം പ്രാവർത്തികമാക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അതിന് മരുന്നിൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥനയോടുകൂടി ആ മരുന്ന് കഴിച്ച് ചിട്ടയോടെ ജീവിക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ വിശ്വാസവും എല്ലാം നമ്മൾ ആചരിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യമാണ് കായകൽപ്പ ചികിത്സ എന്ന് പറയുന്നത്. അതെ, അപ്പോൾ കായം എന്ന് പറഞ്ഞാൽ ശരീരം, കൽപ്പം എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പോൾ ശരീരത്തെ കല്ല് പോലെ ദൃഢമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് നമ്മൾ വിശിഷ്ട ചികിത്സകൾ സിദ്ധവൈദ്യത്തിലുണ്ട്. അപ്പം അത് ഒരു ഗുഹയ്ക്കകത്ത് ഒരു ആളെ ഇരുത്തി അത് ഇത്ര അവരുടെ ദിനചര്യകൾ, ഭക്ഷണം എല്ലാം ഒരു ക്രമീകരിച്ച് അവസാനം പല്ല്, മുടിയെല്ലാം ജരാനരകൾ കൊഴിഞ്ഞു പോയി പുതിയൊരു വ്യക്തിയായി പുറത്തു വരും എന്നാണ് പറയുന്നത്. പക്ഷെ അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. കാരണം ശരീരത്തിലുള്ള എല്ലാ ടോക്സിസിറ്റിയും മാറിയിട്ട് ഒരു പുതിയൊരു ഇമ്മ്യൂണിറ്റി വർദ്ധിച്ചത്, അതേപോലെ തന്നെ ഒരു ശരീരം മുഴുവൻ ടോണിഫൈ ചെയ്തിട്ടുള്ള ഡിസീസിലായിട്ട് റെസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ശരീരത്തെ വാർത്തെടുക്കുന്ന ഒരു വലിയൊരു പ്രൊസീജിയറാണ് ഇത് പറയുന്നത്. മനുഷ്യനെ മൊത്തമായി അവൻ്റെ സംസ്കാരത്തെ മുഴുവൻ, രോഗത്തെ മാത്രമല്ല അവനെ മാത്രമല്ല അവൻ്റെ ഫാമിലിയും മൊത്തമായിട്ട് കൾച്ചറും എല്ലാം മാറ്റിയെടുത്ത് ആ ഒരു രോഗവിമുക്തമാക്കി പൂർണ്ണതയിലോട്ട് കൊണ്ടുവരുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു ഈ ഒരു വലിയ വീക്ഷണത്തെ, അതായത് സിദ്ധവൈദ്യം എന്ന് പറഞ്ഞ് ഇത്രയും പൊട്ടൻഷ്യേറ്റ് ചെയ്തൊരു മെഡിസിൻ, ആ ഒരു ശാസ്ത്രശാഖയെ ലോകത്തിന് കൊടുക്കണമെന്നുള്ള ഒരു മഹത്തായ ആശയത്തോടു കൂടി ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് അനുബന്ധ സ്ഥാപനങ്ങളും തുടങ്ങി അതിൻ്റെ ആശയത്തെ ഓരോ കുട്ടികളിലും പഠിപ്പിച്ച് അത് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഇതിൻ്റെ മൂല്യത്തെ എത്തിക്കണം. കാരണം വൈദ്യശാസ്ത്രം, സിദ്ധം എന്ന് പറയുന്നത് ഒരു തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അത് മാനവരാശിക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വരദാനമാണ്. അപ്പോൾ അത് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കടമയും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. പിന്നെ ഡോക്ടറിൻ്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പം അലോപ്പതി പോലെ അതൊക്കെ കോസ്റ്റ്ലി ആണല്ലോ, അപ്പോൾ എങ്ങനെ ഈ സിദ്ധവൈദ്യം എന്ന് പറയുമ്പോൾ ഒത്തിരി കോസ്റ്റ്ലി ആണോ അതോ? സിദ്ധവൈദ്യം 100% എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് അല്ല. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചീപ്പ് മെഡിസിൻസ് ഫോർ ക്രോണിക് ഡിസീസസ്, അതാണ് സിദ്ധവൈദ്യത്തിൻ്റെ തത്വശാസ്ത്രം. ഇപ്പോൾ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വരുന്നു, അപ്പോൾ നമ്മൾ വേറെ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, അങ്ങനെ തെറാപ്പികളുടെ ഒരുപാട് നിര തന്നെ അതിനുണ്ട്. പക്ഷേ സിദ്ധവൈദ്യത്തിൻ്റെ ഒരു പ്രധാന മരുന്നാണ് രസഗന്ധി മെഴുക് എന്ന് പറയുന്നത്. രസഗന്ധി മെഴുക് ഇന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് സിദ്ധത്തിൽ മാത്രമല്ല പല വൈദ്യശാസ്ത്രത്തിലുള്ള ആളുകളും ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പോൾ പോലും. ആ രസഗന്ധി മെഴുക് പ്രത്യേക പഥ്യം, ചിട്ട, എല്ലാ ആചരണത്തോടു കൂടിയും, അത് പഥ്യം ഒരു പ്രധാന ഘടകമാണ്. കാരണം ആ രോഗത്തിന് എന്താണോ വസ്തുവാണ് ശരീരത്തിനുള്ളത്, അതൊരു 48 തരം മരുന്നിൻ്റെ കൂട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രിപ്പയർഡ് മെഡിസിനാണ് രസഗന്ധി മെഴുക്. അപ്പോൾ അതൊരു പ്രത്യേക വിധിപ്രകാരം കഴിച്ച് നിഷ്കർഷിക്കുന്ന പഥ്യത്തോടു കൂടി ചെല്ലുകയാണെങ്കിൽ ക്യാൻസർ പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്ന ഒരു മെഡിസിനാണ്. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഗവൺമെൻറ് അതിനെ പബ്ലിഷ് ചെയ്ത സിദ്ധ ഫോർമുലറി ഓഫ് ഇന്ത്യയിലെ ഭാഗമായി ഇതിൻ്റെ ഗവൺമെൻറ് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് അത് ഇന്ന് ഉപയോഗിച്ച് പോരുന്ന രീതിയിലും, പിന്നെ അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, അവരെല്ലാം ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇന്ന് അത് ഗ്ലോബലി അക്സെപ്റ്റബിൾ ആയിട്ടുണ്ട്. ഈ രസഗന്ധി മെഴുക് തന്നെ ക്യാൻസർ ചികിത്സയ്ക്കും എയ്ഡ്സിൻ്റെ ചികിത്സയ്ക്കും ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുമാത്രമല്ല, രസഗന്ധി മെഴുകെന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് കൂടിയാണ്. അപ്പം ലോകത്ത് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻസുകൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ അവസാന കണിക ഈ രസഗന്ധി മെഴുകിൽ മാറും എന്ന് പറയുന്ന ഒരു ഭാഗവും സിദ്ധവൈദ്യത്തിലുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് സിദ്ധശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തന്ന ഡോക്ടർ ഷാബിൽ ഒത്തിരി കാര്യം നമുക്ക് പറഞ്ഞു തന്നു. കാരണം ഈ സിദ്ധവൈദ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യമാണ്. കാരണം അത്രയ്ക്കൊരു നമ്മൾ അലോപ്പതി പോലെ അല്ലെങ്കിൽ ഹോമിയോപ്പതി പോലെ അത്രയ്ക്കൊരു
അത്രയ്ക്കൊരു പ്രചാരം കിട്ടാത്ത ഒരു ഭാഗമാണ് ഈ ഒരു ശാസ്ത്രമാണ് സിദ്ധശാസ്ത്രം. അപ്പോൾ ഈ സിദ്ധശാസ്ത്രത്തെക്കുറിച്ച് ഒത്തിരിയധികം കാര്യങ്ങൾ ഡോക്ടർ ഷാബിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു. അതെല്ലാവർക്കും നല്ല ഉപയോഗപ്രദമായെന്നും വിശ്വസിക്കുന്നു. സോ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ കൂട്ടുകാരെല്ലാവരും നമ്മുടെ DRS കൊച്ച് ടിവിയും ശാന്തഗിരിയും കൂടെ ചേർന്ന് നടത്തിയ വേൾഡ് ഡോക്ടേഴ്സ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് കണ്ടു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാംസ് എല്ലാം കൂട്ടുകാർക്ക് അധികം ഫലപ്രദമായെന്നും കരുതുന്നു. അപ്പോൾ ഇനിയും കുറേ നല്ല പ്രോഗ്രാംസുമായി നമ്മൾ വീണ്ടും കാണും. Till then we meet. This is Lakshmi Abhrami signing off. Bye bye.